അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കണ്ണൂർ സ്റ്റൈലിൽ ഒരു കിണ്ണത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കിണ്ണത്തപ്പം പശു നെയ്യിൽ ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കാണാം. 3/4 ഗ്ലാസ് അരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൗഡറാട്ടോ ഞാൻ എടുത്തത്. ഒരു തേങ്ങേൻ്റെ 2-ാം പാല് 2.5 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. 1 ഗ്ലാസ് 1-ാം പാല്, 12 പീസ് വെല്ലം എടുത്തിട്ടുണ്ട്. പശു നെയ്യ് 3 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂൺ ഏലക്കായ പൗഡർ, കുറച്ച് കുതിർത്ത് വെച്ച കടലപ്പരിപ്പ്. ഇനി വെല്ലം ഉരുക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിൽ വെല്ലം ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഉരുക്കിയെടുക്കുക. ഇപ്പോൾ വെല്ലം നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇനി കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഗീ തടവി വെക്കാം. ശരിക്കും ഈ ഒരു ബൗളിൽ ഒഴിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ എനിക്ക് കിണ്ണത്തപ്പത്തിന് ഹൈറ്റ് ഒരുപാട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു പ്ലേറ്റിൽ കൂടി ഞാൻ തടവി വെക്കുന്നുണ്ട്. ഞാൻ ഈ പാത്രത്തിലാട്ടോ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഇളക്കാൻ പാകത്തിനുള്ള വലിയൊരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. 3/4 ഗ്ലാസ് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച ഇടിയപ്പത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തത്. 2.5 ഗ്ലാസ് തേങ്ങേൻ്റെ 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. കട്ടിയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഞാൻ 2-ാം പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. വെല്ലം ഉരുക്കി വെച്ചില്ലേ, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോടുകൂടി ഒഴിക്കരുത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട പിടിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് ലോയിൽ വെക്കുക. എന്നിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയത്ത് കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് വേവിക്കാത്ത കടലപ്പരിപ്പാണ്, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. വേവിച്ചെടുത്ത കടലപ്പരിപ്പാണെങ്കിൽ ലാസ്റ്റ് കിണ്ണത്തപ്പം ടൈറ്റാവുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതിയാവും. കടലപ്പരിപ്പ് ഒരുപാട് വെന്ത് അടിയാനൊന്നും പാടില്ല കേട്ടോ. ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. കടലപ്പരിപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് 3/4 വേവാകുമ്പോൾ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടുണ്ടാവുക കഴിക്കാൻ. ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ തേങ്ങേൻ്റെ 1-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഒക്കെ ആക്കി കൊടുത്തോളൂ. ഇളക്കൽ നിർത്താൻ പാടില്ലെന്നേ ഉള്ളൂ, പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. 1-ാം പാല് നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ 2 പേര് വേണം ഇളക്കാൻ. അപ്പോൾ ഒരു വിഷമവും ഉണ്ടാവില്ല. ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒരു 2 മണിക്കൂറൊക്കെ പെട്ടെന്ന് ആയിക്കൊള്ളും. എനിക്കൊരു മടുപ്പും തോന്നിയില്ല കേട്ടോ. 3/4 മണിക്കൂർ ആയപ്പോഴേക്കും ചെറുതായിട്ട് കുറുകിയിട്ട് അടിക്കൊക്കെ പിടിക്കാൻ പോകുന്ന സ്റ്റേജിലായിട്ടുണ്ട്. ഈ സമയത്ത് 2 സ്പൂൺ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇളക്കി തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കറക്റ്റ് സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് വന്നു. ഇളക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ ആൾ ഹാപ്പി. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇളക്കി തന്നത്. ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. 1.25 മണിക്കൂർ ആയപ്പോഴേക്കും ആദ്യം ഒഴിച്ച ഗീ മുഴുവനായിട്ട് മാവ് വലിച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കൂടി ഗീ ഒഴിച്ചു കൊടുക്കാം.
1 സ്പൂണ് ഏലക്കായ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 1.5 മണിക്കൂറായിട്ടുണ്ട്. ടൈറ്റായിട്ട് നെയ്യൊക്കെ സൈഡിൽ നിന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാന്ന്. ഒരുപാട് സമയം ഇനിയും വെച്ചാൽ കിണ്ണത്തപ്പം ഹാർഡായി പോവും. ഇനി ഇത് ഗീയൊക്കെ തടവി റെഡിയാക്കി വെച്ച പാത്രത്തിലേക്ക് ചൂടോടുകൂടി തന്നെ ലെവൽ ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് ഇട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ലെവൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ശരിക്കും ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. എനിക്ക് കിണ്ണത്തപ്പത്തിന് ഒരുപാട് ഹൈറ്റ് വേണ്ട, അതുകൊണ്ടാണ് പ്ലേറ്റിലേക്ക് കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൽ ചൂടൊക്കെ ഒന്ന് പോവാൻ വേണ്ടി വെക്കാം. അതിനുശേഷം കട്ട് ചെയ്യാം. 2 മണിക്കൂറിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. 2 മണിക്കൂറിന് ശേഷം കിണ്ണത്തപ്പം നന്നായിട്ട് സെറ്റായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന കിണ്ണത്തപ്പത്തിനേക്കാളും സോഫ്റ്റും ടേസ്റ്റും ഉള്ള കിണ്ണത്തപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണിത്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.